ഇങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഞാൻ ഈ സംഗതി കഴിച്ചത് കേട്ടോ. അവർ എന്താ പറയുക, കാടമുട്ടയിൽ ഉണ്ടാക്കിയിരുന്നത് ഞാൻ ഇതിനു മുമ്പ് ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര സ്വാദായിരുന്നു അത്. പിന്നെയാണ് ഞാൻ വീട്ടിൽ വന്ന് അപ്പം തന്നെ സ്പോട്ടിൽ റെസിപ്പിയൊക്കെ ചോദിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ പലരുടെ അടുത്തൊക്കെ പറഞ്ഞപ്പം അവരുടെ വീട്ടിലൊക്കെ ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ തൊട്ട് കൂട്ടേണ്ട സാഹചര്യങ്ങളിലൊക്കെ ഇതെങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നു. ഓക്കെ, അപ്പോൾ തൊട്ടുകൂട്ടൽ സാഹചര്യത്തിന് വേണ്ടിയിട്ടല്ല, ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. എടാ വയറ് കടിക്കല്ലടാ കുഞ്ചോ, നിന്നോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ശരി, നമ്മളിപ്പോ എന്താ ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ, മുട്ട എരിപുരിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് ക്യാരറ്റും ബീട്രൂട്ടും അല്ലല്ലോ, മുട്ടയാണല്ലോ വേണ്ടത്. ഇതാ കാടമുട്ടയ്ക്ക് പകരം ഞാനിവിടെ കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ മുട്ട അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വരഞ്ഞെന്ന് തന്നെയല്ലേ പറയുക, നമ്മൾ മീനൊക്കെ വരയണ പോലെ നന്നായിട്ട് മസാല കയറാനായിട്ട്. സോറി ഗൈസ്, എൻ്റെ നെയിൽ പോളിഷ് പോയി, നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ